ബി.ജെ.പിയെ പിടിച്ചുകുലുക്കിക്കൊണ്ട് കേരളത്തിൽ നടക്കുന്നത് വമ്പൻ നീക്കങ്ങളാണ്. ബി.ജെ.പിക്ക് ആകെ 3 MLA-മാരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ 3 MLA-മാരുള്ള ഒരു പാർട്ടി, അതിലെ നേതാക്കൾ കോടികളുടെ ഫണ്ട് വെട്ടിപ്പ്, അതായത് ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പിന് വേണ്ടി നൽകിയ ഫണ്ട് പല രീതിയിൽ വെട്ടിച്ചെടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച നിരവധി ചോട്ട ബഡ നേതാക്കളുടെ കഥകൾ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ നിർണായകമായിട്ടുള്ള ചില ശബ്ദരേഖ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയത് സ്ഥിരീകരിക്കുന്ന ഓഡിയോ ആണ് പുറത്തായിരിക്കുന്നത്. കമ്മീഷൻ നൽകിയ കമ്പനി പ്രതിനിധിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കുടിശ്ശിക തുക നൽകാമെന്ന് അഞ്ജന ഉറപ്പ് നൽകിയിരുന്നു എന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. കമ്പനി പ്രതിനിധി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തായിരിക്കുന്നത്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കൊടികൾ, തോരണങ്ങൾ, ഷാളുകൾ, തൊപ്പി ഒക്കെ നൽകുന്നതിനായി ഏകദേശം 1.62 കോടിയുടെ കരാർ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇത് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായാണ് നൽകുന്നത്. എന്നാൽ കൊടികൾ എത്താൻ വൈകിയതോടെയാണ് 1.62 കോടിക്ക് കരാർ നൽകുന്നത്. കരാർ നൽകുമ്പോൾ ആ കമ്പനിയോട് 31 ലക്ഷം രൂപ കമ്മീഷനായി നൽകണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് പണം നൽകിയത് എന്നാണ് കമ്പനി പ്രതിനിധി തന്നെ വെളിപ്പെടുത്തുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയിൽ വലിയ തോതിൽ ഫണ്ട് തിരിമറി ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചില സംസ്ഥാന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് വലിയ തോതിലുള്ള കമ്മീഷൻ തുക അടിച്ചെടുത്തു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്ന ആരോപണം. ഇത്തരം പരാതികൾ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിനാണ് ആദ്യമായി പരാതി പോയത്. തുടർന്ന് വിഷയം പഠിക്കാൻ കുമ്മനം രാജശേഖരൻ അടങ്ങുന്ന കമ്മീഷനെ വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചിലർക്കെതിരെ നടപടി എടുത്തു എന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു വാർത്തയേ ഇല്ല എന്നാണ് ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ബി.ജെ.പിയിലെ ഒരു ഉന്നത നേതാവും ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുമില്ല. പക്ഷെ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും കോടികളാണ് ദേശീയ നേതൃത്വം നൽകിയ ഫണ്ടിൽ നിന്ന് കോടികളാണ് വെട്ടിച്ചിരിക്കുന്നത് എന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ നാടെങ്ങും പരക്കുന്നത്.